ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ നല്ല ചർച്ചകൾ നടക്കാറുണ്ട്. നല്ല അഭിപ്രായ പ്രകടനങ്ങളും അതുപോലെ തന്നെ നല്ല ആശയങ്ങളും നല്ല ക്യാമ്പയിനുകളും ഒക്കെ ഉണ്ട്. എന്നാൽ അതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലും ഈ അനാവശ്യങ്ങളുടെ ഒരു ആഘോഷവും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉണ്ടാവാറുണ്ട്. കാര്യമില്ലാത്ത കാര്യങ്ങളെ പർവ്വതീകരിച്ച് ചില ചെറിയ കാര്യങ്ങളെ വലുതാക്കി ഒക്കെയാണ് ആ സംഗതി നടത്തിക്കൊണ്ടു പോകുന്നത്. കഴിഞ്ഞ 2 ദിവസമായി സാമൂഹ്യ മാധ്യമത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നൊരു സംഗതിയാണ് രാജ്യസഭയിലെ തമ്പി ദുരൈയുടെ പ്രസംഗവും ബ്രിട്ടാസിൻ്റെ ചോദ്യവും അതിൻ്റെ മറുപടിയും. ബ്രിട്ടാസ് എം പി ചോദിക്കുന്നു, അതിന് തമ്പി ദുരൈ ഒരു മറുപടി പറയുന്നു. സത്യത്തിൽ അത് രണ്ടും കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അനാവശ്യമായ ഒരു ചോദ്യവും അതിനേക്കാൾ അനാവശ്യമായ ഒരു മറുപടിയുമാണ് ഉണ്ടായത്. നിർഭാഗ്യവശാൽ ഈ അനാവശ്യങ്ങൾ ആഘോഷിക്കപ്പെടുന്ന ഒരു സംഗതി ഉള്ളതുകൊണ്ട് അതിൽ അത്ഭുതമൊന്നുമില്ല ആഘോഷിക്കപ്പെടുമെന്നുള്ളത്. നമ്മുടെ നേട്ടങ്ങളോ ഗുണങ്ങളോ ഒക്കെയാണ് ഈ പ്രതലത്തിൽ വരുന്നതെങ്കിൽ അതിന് വലിയ റീച്ചൊന്നും ഉണ്ടാവില്ല. ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വൈരാഗ്യത്തിൻ്റെ പുഷ് വേണം, ഒരു പ്രതികാരത്തിൻ്റെ പുഷ് വേണം, അല്ലെങ്കിൽ ഒരു പരിഹാസത്തിൻ്റെ പുഷ് വേണം. ആ എനർജിയിലാണിത് മുന്നോട്ട് പോകേണ്ടത്. ഇതാണ് സംഗതി. The earlier judgment striking down Nick. Sir, the review petition, your Amma. Review petition and respected the earlier judgment striking down Nick. Sir, the review petition, your Amma. The review petition that kept this examination alive. തമ്പി ദുരൈ പ്രസംഗിക്കുകയാണ്. അതിൽ അദ്ദേഹം അമ്മ 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 എന്ന് പറയുന്നുണ്ട്. AIADMK MP ആയ തമ്പി ദുരൈയെ സംബന്ധിച്ചിടത്തോളം അമ്മ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ജയലളിതയാണെന്ന്. ഇനി അഥവാ അദ്ദേഹം ഒരു പ്രായമുള്ള ആളെന്നുള്ള നിലയിൽ ഒരു പേപ്പറിൽ നോക്കി ഒരു താളം ഒപ്പിച്ചങ്ങനെ വായിച്ചു പോവുകയാണ്. പക്ഷേ അന്ന് മാത്രമല്ല, ഇദ്ദേഹം ഒരു പഴയ തലമുറയിലെ ആളുമാണ്. അപ്പോൾ അദ്ദേഹം വായിച്ചു പോകുമ്പോൾ അത് തീർന്നു കഴിഞ്ഞ് ഈ അമ്മയെ അന്വേഷിക്കുന്നതിന് പകരം ഇടയ്ക്കിടെ ബ്രിട്ടാസ് MP അമ്മയാരാണെന്ന് ചോദിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് നിൻ്റെ അമ്മ എന്ന് മറുപടി പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ചോദ്യവും അനുചിതമാണ്. ആ സന്ദർഭത്തിൽ ഒരുപക്ഷെ പുള്ളി എന്താ ഉദ്ദേശിച്ചത്, ഒരു ഓഫ് മൈൻഡായിട്ട് ഇരുന്നത് കൊണ്ടാവും. അല്ലാതെ അത് ശ്രദ്ധിച്ചിരുന്നാൽ അമ്മ ആരാണെന്നുള്ളത് ആർക്കും മനസ്സിലാവും. എന്നാൽ ഈ പറഞ്ഞ ഇദ്ദേഹത്തിന് തോന്നിയത് ഒരു അനാവശ്യമായി തന്നെ ഇറിറ്റേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ തങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുകയാണ് എന്ന ചോദ്യത്തിൽ നിന്നാണ് ആ മറുപടി വന്നത്. കേരളം അത് ഏറ്റെടുത്തത് മറ്റൊരു രീതിയിലാണ്. എന്തുകൊണ്ടങ്ങനെ ഏറ്റെടുത്തു എന്ന് ചോദിച്ചാൽ, ബ്രിട്ടാസ് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി അദ്ദേഹം വളരെ ശക്തമായ ചില ഇടപെടലുകളും SFI നേതാവിൻ്റെ അറസ്റ്റുമായി ഈ AKG സെൻറ്ററിലെത്തിയവരെ പുള്ളി ഡയറക്റ്റായി അവരോട് എൻകൗണ്ടർ ചെയ്യുന്നതും ഒക്കെ കണ്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനൊരു സാധനം കിട്ടിയത്. ആ കിട്ടിയപ്പോഴേക്കും അത് സാമൂഹ്യ മാധ്യമത്തിൽ അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ അത് ആഘോഷപൂർവ്വം ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്തരം സംഗതികളിൽ കുറച്ച് ശ്രദ്ധയുണ്ടാകുന്നത് നല്ലതായിരിക്കും എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇടയ്ക്കിടെ ചോദിക്കുമ്പോഴും ആ ചോദിക്കുന്ന ആളുകളും അവരുടെ മാനസികാവസ്ഥയും എല്ലാം കൂടി പരിഗണിക്കേണ്ടത് ഒരു മെച്യൂരിറ്റിയുടെ ഭാഗമാണ്.